ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഈ ചാനൽ വന്നത് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാനാണ്. തുടക്കക്കാരായ പലരും ഉണ്ട് ഈ ഗ്രൂപ്പിൽ നിന്ന്, ഈ ചാനലിൽ നിന്നറിയാം. അവർക്ക് പലപ്പോഴും എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് തുടക്കം മുതലുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മുതൽ പറഞ്ഞ് തുടങ്ങണം. അങ്ങനെയുള്ള ഏറ്റവും ബേസിക്കായിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസിൽ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി വീഡിയോസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കണമെന്ന്. ഈ വീഡിയോ ഒരു ടെക്നിക്കൽ അനാലിസിസിൽ വളരെ ബേസിക്കായിട്ടുള്ള ചില കൺസെപ്റ്റ്സും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ചുമാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ ബേസിക്കായെന്ന ഉദ്ദേശം കൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല അർത്ഥം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ടി എയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇത് ബേസ് ചെയ്തിട്ടാണ് ഏത് സ്ട്രാറ്റജി ആയാലും ഉണ്ടാക്കുന്നത്. ഇത് പിന്നിലുണ്ടാവും, ഏത് സ്ട്രാറ്റജി ആയാലും ഏതായാലും. നമുക്ക് അലക്സാണ്ടർ എൽഡറിൻ്റെ ഒരു കോട്ടിൽ നിന്ന് തുടങ്ങാം. അതായത് നമുക്ക് മാർക്കറ്റിൽ സക്സീഡ് ആണെങ്കിൽ അതായത് 3 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന് സൗണ്ട് സൈക്കോളജി, പിന്നെ ലോജിക്കൽ ട്രേഡിംഗ് സിസ്റ്റം, എഫക്റ്റീവ് റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാനിങ്. ഇതിൽ തന്നെ ഈ ലോജിക്കൽ ട്രേഡിംഗ് സിസ്റ്റം ആണെന്ന് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഇമ്പോർട്ടൻസ് ആണുള്ളത്. ബാക്കി രണ്ടിനാണ് കൂടുതൽ പ്രാധാന്യം. ഒരു ടെക്നിക്കൽ അനാലിസ്റ്റ് ഏറ്റവും നിർബന്ധമായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് അലക്സാണ്ടർ എൽഡറിൻ്റെ ട്രേഡിംഗ് ഫോർ എ ലിവിങ് എന്നുള്ള ബുക്ക്. അത് നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടും ലൈഫിൽ, അത് ഉറപ്പാണ്, അതിലൊരു ഡൗട്ടുമില്ല. ഓക്കെ, നമുക്ക് ടെക്നിക്കൽ അനാലിസിസിൽ വരാം. ടി എയിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രമിക്കുന്നതിനാണ് ഒരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ട്രെൻഡിൻ്റെ സ്റ്റാർട്ട് ഏറ്റവും ആദ്യം തന്നെ കണ്ടുപിടിക്കാനും അതിൽ ആദ്യം തന്നെ കയറി മാക്സിമം പ്രോഫിറ്റ് എടുക്കാനും വേണ്ടിയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ചാർട്ടാണ് നമ്മൾ മെയിനായിട്ട് അനാലിസിന് ഉപയോഗിക്കുന്നത്. അതിലുള്ള ആ പ്രൈസിൽ നമ്മൾ കാണേണ്ടത് അതിലുള്ള മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ, അതായത് ട്രേഡേഴ്സിൻ്റെ ഹോപ്പ് അല്ലെങ്കിൽ ഫിയർ, ഈ 2 ഇമോഷൻസാണ് ഈ ചാർട്ടിൽ നമുക്ക് കാണാൻ ശ്രമിക്കേണ്ടത്. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോപ്പ് എന്നുള്ളതിന് എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ കാണാം, നല്ലൊരു റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ പ്രൈസ് നല്ല മൂവ്മെൻറ്റ് വരും. അപ്പോൾ അതേപോലെ ഒരു ഫിയർ എന്നുള്ള എന്തിന് എക്സാമ്പിളാണ് ഇപ്പോൾ അടുത്ത് നടന്നത് വാർ എന്നുള്ളൊരു ഫിയർ കാരണം മാർക്കറ്റ് ഇടിഞ്ഞിരുന്ന ആ സമയത്ത്. അങ്ങനെ പല ഇമോഷൻസ് ഇങ്ങനെ ചെറിയതായിരിക്കാം, ചിലപ്പോൾ നല്ല വലിയ കാരണങ്ങളായിരിക്കാം, മാക്രോ എക്കണോമിക് ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാകുന്നതായിരിക്കാം. അങ്ങനെയുള്ള ഈ ഇമോഷൻസിനാണ് ഈ ചാർട്ടിൽ നമുക്ക് കാണാൻ ശ്രമിക്കേണ്ടത്. അത് ചിലപ്പം ഫിയർ കാരണമുള്ള വീഴ്ചയായിരിക്കാം, അല്ലെങ്കിൽ ഹോപ്സ് കാരണം അല്ലെങ്കിൽ പ്രൈസിൽ കാണാൻ പറ്റും നമുക്കിത് ഏത് ഇമോഷൻസ് ആയാലും. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ തന്നെയാണ് ഈ ചാർട്ടിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ആരും കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ ആ ഫണ്ടമെൻ്റൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഏത് രീതിയിലാണ് കാണുന്നത്, അതായത് നമ്മൾ ട്രേഡേഴ്സ് ഏത് രീതിയിലാണ് കാണുന്നത്, അത് പ്രൈസിൽ എഫക്റ്റ് വരും. അതായത് ഇപ്പോൾ ഒരു നല്ല റിസൾട്ട് ആയിന്ന് വെച്ചിട്ട്, പക്ഷെ അത് നമ്മൾ എങ്ങനെയാണ്, അതായത് ട്രേഡർ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എങ്ങനെയാണ് കാണുന്നത്, അത് മോർ ദാൻ എക്സ്പെക്റ്റഡ് ആണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും പ്രൈസിൽ. അഥവാ എക്സ്പെക്റ്റേഷൻസിന് താഴെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റോക്കിൽ വീഴ്ചയുണ്ടാവും. അപ്പോൾ പ്രൈസിൽ അത് നമുക്ക് കാണാൻ പറ്റും, ആ ഒരു എഫക്റ്റ്. അത് നമ്മൾ ഏത് രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റലി ഇതിൽ ഓൾറെഡി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ടെക്നിക്കൽ ട്രേഡർ ആണെങ്കിൽ ഫണ്ടമെൻ്റൽ നോക്കേണ്ടതില്ല, കാരണം പ്രൈസ് എല്ലാം ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ആയാലും ഏത് ന്യൂസ് ആയാലും ഏത് ഡിസ്കൗണ്ട്. പിന്നെ പെട്ടെന്ന് വരുന്ന ന്യൂസസ് ഉണ്ടാവാം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പക്ഷേ വേറൊരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് എപ്പോഴും പ്രോബബിലിറ്റീസ് ആണ്, ഒരിക്കലും സെർട്ടനിറ്റീസ് അല്ല. ഉറപ്പായിട്ടും അങ്ങനെ നടക്കുന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊരു പ്രോബബിലിറ്റി മാത്രമാണ്. അങ്ങനെ നടക്കാം, നടക്കാതിരിക്കാം. ഇപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് അനാലിസിസ് ആയാലും ഒരു ക്യാൻഡിൽ വന്നുകൊണ്ട് തന്നെ സംഭവിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്തെന്നേ നമുക്കറിയാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് അപ് ട്രെൻഡിൻ്റെ ഇടയിൽ ഒരു ഡോജ് വന്ന അവിടെ ഒരു ഇൻഡിസിഷൻ, ആ ഒരു ട്രെൻഡിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്നേ നമുക്ക് പറയാൻ പറ്റും. അത് റിവേഴ്സ് ആവണമെന്നോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബയേഴ്സിൻ്റെ വരവിന് ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാകുന്നുള്ളൂ. അതുകൊണ്ട് തിരിച്ചു വരണം അല്ലെങ്കിൽ റിവേഴ്സൽ ഉണ്ടാവണം എന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അസംഷനെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കാര്യം നടന്നെന്നുള്ള കാര്യം, ഒരു കാര്യം നടക്കാനുള്ള ഇത് കിട്ടി, നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി മുമ്പേ, അതനുസരിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്, ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ഏത് മാർക്കറ്റിലായാലും, അതായത് ചാർട്ട് പ്രൈസ് മൂവ്മെൻ്റ് ഉള്ള ഏത് മാർക്കറ്റിലായാലും വർക്കാവും. അതിനുള്ള കാരണം ഒന്ന് തന്നെയാണ്, പ്രൈസ് മൂവ് ചെയ്യിക്കുന്നത് ആൾക്കാരെ ഇമോഷൻസാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ്
ആൾക്കാരുടെ ഇമോഷൻസാണ്. ആ ഇമോഷൻസിനാണ് നമ്മൾ ചാർട്ടിൽ കാണുന്നത്. അപ്പോൾ ആ ഇമോഷൻസ് ഏതായാലും കറൻസി മാർക്കറ്റ് ആയാലും സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ഈ FNO ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആയാലും ഏതായാലും ആ ചാർട്ടിൽ കാണാൻ പറ്റും. ആ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ തന്നെ, ആ എഫക്റ്റ് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ തന്നെ നമുക്ക് അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഏത് മാർക്കറ്റ് എന്നുള്ള പ്രാധാന്യമില്ല, അതേപോലെ തന്നെ ഏത് ടൈം ഫ്രെയിം എന്നുള്ള പ്രാധാന്യമല്ല. ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ്ങിനായാലും ലോങ് ടേം ചാർട്ടായാലും ഏതായാലും നമുക്ക് ടൈം ഫ്രെയിമും ഇമ്പോർട്ടൻ്റ് അല്ല. എല്ലാ ടൈം ഫ്രെയിമിലും ടെക്നിക്കൽ അനാലിസിസ് വർക്കാവും. അതായത് ഇപ്പോൾ ഇൻട്രാഡേയിലാണെങ്കിൽ 15 മിനിറ്റ് 5 മിനിറ്റ്സ് ഉപയോഗിക്കാം. ലോങ് ടേം ആണെങ്കിൽ ഡെയിലി വീക്ക്ലി മന്ത്ലി വരെ ഉപയോഗിക്കാം. അപ്പോൾ ഏതായാലും ഇതിൽ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം ആൾക്കാരെ എന്താണ് സംഭവിച്ചത്, ഇമോഷൻസിൻ്റെ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം അത് നമുക്ക് ഉപയോഗിക്കാനും പറ്റും ആ ചാർട്ട് ഏത് ടൈം ഫ്രെയിം ആയാലും. ഒരു ട്രെൻഡ് റിവേഴ്സിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഉപയോഗിക്കലുണ്ട്. ഇപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉപയോഗിക്കാം, ട്രെൻഡ് ലൈൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡൈനാമിക് സപ്പോർട്ട്സ് ലൈക്ക് മൂവിങ് ആവറേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാം. അങ്ങനെ പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു പ്രത്യേക ഒരു ലെവലിൽ പോയിന്റിൽ എത്രത്തോളം കാര്യങ്ങൾ തെളിവുകൾ ഒന്നിച്ച് കിട്ടുന്നുണ്ട്, എത്രത്തോളം എവിഡൻസസ് ഒന്നിച്ച്. ഫോർ എക്സാമ്പിൾ ഒരേ ലെവലിലായിരിക്കും ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഒറിജിനൽ സപ്പോർട്ടും വരുന്നത്. അതേ ലെവലിൽ ഒരു മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ടും കൂടി കിട്ടിയാൽ എവിഡൻസസ് കൂടുതലായി. അപ്പോൾ അവിടുന്ന് റിവേഴ്സിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എത്രത്തോളം എവിഡൻസ് ഉണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ഇത് കിട്ടും. ഒരു സപ്പോർട്ടിലേക്ക് എത്തുമ്പം മാക്സിമം ഇപ്പോൾ വേറൊരു ഇൻഡിക്കേറ്റർ എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കൂടി കിട്ടിയാൽ അത് എവിഡൻസ് കൂടുതലായി. അങ്ങനെ എത്രത്തോളം എവിഡൻസ് നമുക്കുണ്ട് അത്രത്തോളം നമുക്ക് ആ റിവേഴ്സലിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വേറൊരു എക്സാമ്പിളാണ് ഇപ്പോൾ പീക്ക് ആൻഡ് ട്രഫ് അനാലിസിസ്. അതായത് സിമ്പിളാണ്, മറ്റേ ഇത് ചെയ്യില്ല, ബേസിക് ഡോ തിയറി. അതായത് ഹയർ ലോ ഹയർ ഹൈ ഫോം ചെയ്തിട്ടാണ് ഒരു ട്രെൻഡ് ഫോം ചെയ്യുന്നതെന്നുള്ള തിയറി. അതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിരിക്കാം, ചിലപ്പോൾ ചില പ്രൈസ് പാറ്റേൺസ് ആയിരിക്കാം നമുക്ക് അവിടെ കാണുന്നത് ആ റിവേഴ്സലിൻ്റെ സ്ഥലത്ത്. ചിലപ്പോൾ മിക്കവാറും വോളിയം ആയിരിക്കാം, ഹൈ വോളിയം വരുന്നുണ്ടാവാം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ സമയത്ത്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ഒന്നിച്ച് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിവേഴ്സലിനുള്ള ചാൻസ് കൂടുതലാണെന്ന് നമുക്ക് കരുതാം. അല്ലെങ്കിൽ ഒരു ഹൈ മൂവ്മെൻറ്റുള്ള ഒരു ക്വിക്ക് മൂവ്മെൻറ്റിനുള്ള ചാൻസ് കൂടുതലാണെന്ന് കരുതാം. ഇപ്പോൾ ഈ ഡോ തിയറി അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈസ് ഡിസ്കൗണ്ട് എവരിത്തിങ് ഞാൻ മുമ്പ് പറഞ്ഞു, അത് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് എന്നുള്ള ഒരു ഇതാണ്. അതും വേണമെങ്കിൽ, അല്ലെങ്കിൽ ഡോ തിയറി വേണമെങ്കിൽ ഒരു ക്ലാസ്സിനുള്ള ഇതുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കൂടുതൽ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ കഴിയുന്നതും ആൻസർ തരാൻ ശ്രമിക്കുന്നതാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ഡിഫൈൻ ചെയ്യാൻ നോക്കിയാൽ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഹ്യൂജ് സെല്ലേഴ്സ് വരുമ്പോൾ അതിനെ ഹ്യൂജ് സപ്ലൈ എന്ന് പറയും. അതായത് നല്ലോണം സെല്ലേഴ്സ് വരുന്ന ഒരു പോയിൻ്റ്. ഹ്യൂജ് ബയേഴ്സ് വരുന്ന സോണിന് ഡിമാൻഡ് സോൺ എന്ന് പറയും. അതായത് അവിടെ സ്റ്റോക്കിന് ബയേഴ്സ് കൂടുതലായിട്ട് വരും, അപ്പോൾ സ്റ്റോക്ക് ഒരു അപ്പ് ട്രെൻഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, ആ ഒരു സോണ്. ഇങ്ങനെ ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്ക് ഒരു പോയിന്റിലെത്തുമ്പോൾ ആ ഡൗൺ ട്രെൻഡ് സ്റ്റോപ്പ് ആവുകയും അതിനുള്ള സ്റ്റോപ്പ് ആവാനുള്ള കാരണം അവിടെയുള്ള ഒരു ഡിമാൻഡ് സോണാണ്. അങ്ങനെയുള്ള പോയിന്റിനെയാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതേപോലെ അപ്പ് ട്രെൻഡിലുള്ള സ്റ്റോക്ക് ആ ഒരു പോയിന്റിലുള്ള സപ്ലൈ എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സ് കാരണം ആ ഒരു അപ്പ് ട്രെൻഡ് സ്റ്റോപ്പ് ആവുന്ന പോയിന്റ്, ആ പോയിന്റിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഈ പോയിന്റുകൾ ഒന്നുകിൽ പ്രീവിയസ് സ്വിങ് ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് സ്വിങ് ലോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ്റെ പോയിൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡൈനാമിക് സപ്പോർട്ട്സ് ലൈക്ക് മൂവിങ് ആവറേജ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം, ഏതുമായിരിക്കാം. അവിടെ സപ്ലൈ ആൻഡ് അല്ലെങ്കിൽ ഡിമാൻഡ് ഈ രണ്ട് കാര്യങ്ങൾ വരും, ഹ്യൂജായിട്ട് വരുന്നുള്ള എക്സ്പെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ്. ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ ഒരു തറയും മുകളിലുള്ള റൂഫും പോലെ കാണാം. റൂഫ് പറയുന്ന റെസിസ്റ്റൻസും തറ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ ഹ്യൂജ് സെല്ലേഴ്സ് വന്നാൽ ആ തറനെയും ബ്രേക്ക് ചെയ്തിട്ട് അത് താഴോട്ട് പോകും, അങ്ങനെ കരുതിയാൽ മതി. നല്ലൊരു ബയേഴ്സ് വന്നാൽ ആ റൂഫും ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത തട്ടിലേക്ക് പോകും, എന്നിട്ട് അടുത്ത റൂഫിലേക്ക് അടുത്ത റെസിസ്റ്റൻസ് വരെ പോകും. അവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് നല്ല ബയേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെയും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകും, ആ രീതിയിൽ കരുതിയാൽ മതി ഇതിനെ. ഈ റബ്ബർ ബോൾസ് നമ്മൾ തറയിലേക്ക് എറിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബൗൺസ് ചെയ്യും, അതേപോലെയാണ് സപ്പോർട്ട് ആക്ട് ചെയ്യുന്നത്.
ആ റേഞ്ച് വരെ നല്ല സെല്ലേഴ്സ് കാരണം താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യും. അതിനുശേഷം ആടുന്ന് ഹ്യൂജ് ബയേഴ്സ് വരും. അപ്പോൾ ഈ സെല്ലേഴ്സിനേക്കാളും കൂടുതൽ പവർ ബയേഴ്സിനായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രൈസ് മേലോട്ടേക്ക് പോകാനും തുടങ്ങും. ആ രീതിയിലായിരിക്കും സപ്പോർട്ട്. പക്ഷേ അങ്ങനെ ആയില്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടും പോകും. സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് പോയില്ല എന്നുള്ള അർത്ഥമില്ല. സപ്പോർട്ട് ബ്രേക്ക് ആവാം, പക്ഷേ അങ്ങനെ വരാൻ ചാൻസ് ഉള്ളൊരു പോയിൻ്റ്, അതാണ് സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇതിന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. എന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കാം. മുമ്പ് കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു അപ് ട്രെൻഡിലാണെങ്കിൽ സ്റ്റോക്ക് അത് ഹയർ ലോസ് ഫോം ചെയ്തുകൊണ്ട് പോവും. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, അങ്ങനെയാണ് ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്ക് ആയാലും മൂവ് ആകുന്നത്. ഇതേപോലെ ഒരു ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്കാണെങ്കിൽ അത് ലോവർ ലോസ് ഫോം ചെയ്തുകൊണ്ട് പോകും. ലോവർ ഹൈസ് ഫോം ചെയ്യും, പിന്നെ ലോവർ ലോ, അതായത് ഒരു ഡൗൺ ട്രെൻഡ്, പിന്നെ ഒരു റീട്രേസ്മെൻറ്റ്, പിന്നെ ഒരു ഡൗൺ മൂവ്മെൻറ്റ്, പിന്നെ ഒരു റീട്രേസ്മെൻറ്റ്, അങ്ങനെ മൂവ് ആവും. ഇതാണ് ഒരു ബേസിക് അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്കിൻ്റെ ചാർട്ട് സ്ട്രക്ചർ. ഇതിലായിരിക്കും മൂവ് ആകുന്നത്. ഇനി നമുക്ക് നോക്കാം. ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണെങ്കിൽ ആദ്യം ഒരു അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവും, പിന്നെ ചെറിയൊരു റീട്രേസ്മെൻറ്റ്. ഇത് എലിയട്ട് വേവ് ആണെങ്കിൽ ഇമ്പൾസ് വേവ് അല്ലെങ്കിൽ കറക്റ്റീവ് വേവ്, ഓക്കെ വാട്ടെവർ, നമുക്കിഷ്ടമുള്ള പോലെ പറയാം. ഒരു അപ്പ് മൂവ്മെൻറ്റ്, പിന്നെ ഒരു റീട്രേസ്മെൻറ്റ്, ഇങ്ങനെയായിരിക്കും മൂവ് ആകുന്നത്. എന്നിട്ട് ഒരു അപ്പ് മൂവ്മെൻറ്റ് വന്നാൽ ഒരു സ്വിങ് ഹൈ, അതായത് ഒരു സ്വിങ് ഹൈ വന്നാൽ അടുത്ത സ്വിങ് ഹൈയിലെത്തുമ്പോൾ, അതേ ലെവലിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ആ ലെവലിൽ. പിന്നെ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാലും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി നെക്സ്റ്റ് ടൈം അത് താഴോട്ട് റീട്രേസ് ചെയ്ത് വരുമ്പോൾ അതേ റെസിസ്റ്റൻസ് പോയിൻ്റ് അടുത്തതിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും മിക്കവാറും. അതായത് ഒരു സ്വിങ് ഹൈ, ഇത് ഹൊറിസോണ്ടൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് ഞാൻ പറയുന്നുള്ളത്. ഒരു സ്വിങ് ഹൈ അടുത്ത പ്രാവശ്യം അത് റീട്രേസ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത് അത് വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ അടുത്ത പ്രാവശ്യം അത് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഇതേപോലെ തന്നെ വേറെ ഡൗൺ ട്രെൻഡിലുള്ളൊരു നോക്കാം. നമുക്കിപ്പോൾ ഒരു സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലേക്ക് താഴേക്ക് വരുന്നു, പിന്നെ ആ ഒരു സെയിം സ്വിങ് ലോ ലെവലിൽ അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന കാണാം. ഇപ്പോൾ ഒരു 2 പ്രാവശ്യം അതേ സെയിം പോയിന്റിൽ തട്ടിയിട്ട് മുകളിലോട്ട് റീട്രേസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഓക്കെ, ഇനി ഈ പോയിന്റ് ഞാൻ റെസിസ്റ്റൻസ് ലെവൽ, സപ്പോർട്ട് ലെവൽ ഞാൻ വേറൊരു ലൈനിൽ കളറിൽ വരക്കാം. ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യം കൂടി ആ ലൈനിൽ തട്ടിയാൽ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നെന്ന് വിചാരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആ സപ്പോർട്ട് പോയിൻ്റ് അത് ബ്രേക്ക് ചെയ്തു, പിന്നെ സ്റ്റോക്ക് താഴോട്ട് മൂവായി. വീണ്ടും ഇത് താഴോട്ട് വന്നിട്ട് ആ ഒരു പോയിൻ്റ്, സ്വിങ് ലോ എന്നുള്ളൊരു പോയിൻ്റ് നമുക്കൊന്ന് വരച്ച് വെക്കാം ഇവിടെ, ആ ഒരു സ്വിങ് ലോ. ഓക്കെ, എന്നിട്ട് താഴെ ലെവലിൽ ഒരു അക്യുമുലേഷൻ നടന്ന ശേഷം സ്റ്റോക്ക് വീണ്ടും ആ ഒരു ലെവലിൽ അത് അടുത്ത പ്രാവശ്യം ആ ലെവലിലേക്ക് എത്തുമ്പോൾ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ആ ലൈന്. അങ്ങനെ 2 പ്രാവശ്യം ആ ലൈനിൽ തട്ടി മടങ്ങി വന്നു, പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അത് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ശേഷം പിന്നെ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. പിന്നെ മുകളിൽ പോകുമ്പോൾ അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് മുമ്പത്തെ അതേ പോയിൻ്റാണ്, മുമ്പത്തെ അതേ റെഡ് ലൈന്. അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം നമുക്ക്. ആ ലൈന് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ആ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു, വീണ്ടും ഒരു റീട്രേസ്മെൻറ്റ് നടത്തി അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും. ഇതാണ് സാധാരണ ഒരു ബേസിക് ഹൊറിസോണ്ടൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ച് അല്പം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചില ചാർട്ടുകളിൽ ഇത് നോക്കുക. 1-2 ചാർട്ടുകൾ ഞാൻ ഇതിലിടാം. അതുകൂടാതെ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഈ വീഡിയോയിൽ. ഇതിൻ്റെ ബാക്കി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ ലെങ്ത് തന്നെ വളരെ കൂടുതലായി ഇപ്പോൾ. പിന്നെ ഇത് വരക്കേണ്ട രീതിയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.